രാജാ രാജാ ഓക്കെ അല്ലേ? റോജായോ അരപ്പ് ഞാനിവിടെ വെച്ചിട്ടുണ്ടേ. അരിഞ്ഞു തീർന്ന ഈ മീൻ മാറ്റി അങ്ങ് അടുപ്പേ കയറ്റിയത്. ആ ചത്തുപോയതിനോർത്താണ് റോഹിക്ക് വിഷമം. അവനിപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ മോള് കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ എന്നേ പോയേനെ. ഏതോ കേത് പിടിച്ച കാലത്താണ് ഷേർലി അവന് നമ്മൾ ഇഷ്ടത്തിലാവുന്നേ. അറിവില്ലാത്ത പ്രായത്തിൽ അവൻ പറഞ്ഞ് മയക്കിയതാ. അതിനൊക്കെ വലിയ മിടുക്കനായിരുന്നു അവൻ. അല്ലേ മാസങ്ങളോളം ഇട്ടേച്ച് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ സ്വീകരിക്കുമോ? അവസാനം പോയപ്പോൾ ഷേർലി 3 മാസം സോഫിയ മോളെ ഗർഭിണിയാണ്. അവക്കാടെ വാശിയിലുണ്ടായ ബന്ധമല്ലേ അവളെല്ലാം ഉള്ളിൽ ഒതുക്കി. റോഹിക്കറിയാലോ അവളെ. അന്നമ്മയുണ്ടായിരുന്ന ഒരിക്കലും ഈ കല്യാണം നടക്കത്തില്ല. കല്യാണം കഴിഞ്ഞാൽ നല്ല ഒഴിക്കാമെന്ന് ഞാനും കരുതി. വലിയ കുഴപ്പമില്ലാത്ത കുടുംബക്കാരാ. ഇവൻ്റെ അപ്പം ജോൺ ചാക്കോ LCT ബോർഡിൽ എഞ്ചിനീയറായിരുന്നു. ഇവനാണെ തോറ്റ് സ്കൂൾ മാറി എൻ്റെ സ്കൂളിലും പഠിച്ച 1 വർഷം. ഇവൻ്റെ ഏതോ കുരുത്തക്കേട് പിടിച്ച ഗോപാലൻ സാറിൻ്റെ കരണത്തിട്ട് ഒറ്റടിയാ ക്ലാസ്സിൻ്റെ നടുക്ക് വെച്ച്. ഞങ്ങൾ ഈസി കൊടുത്ത് പറഞ്ഞു വിട്ടു. ഇവൻ്റെ അമ്മ വന്ന് അവതാ പറയാൻ തുടങ്ങി. അവരാ ഇവനെ നശിപ്പിച്ചത്. അപ്പൻ അടിക്കാൻ പിടിക്കുമ്പോൾ ഇവർ കയറി ഇടയിൽ കയറി. അടിക്കേണ്ട സമയത്ത് അടിച്ചു വളർത്തിയില്ലെങ്കിലേ ഇങ്ങനെ ഇരിക്കും. തനി റൗഡിയായിരുന്നു നീ. ഷെർലിക്ക് ഇവനെങ്ങനെ ബോധിച്ചെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവനെപ്പറ്റി ഇവിടെ എല്ലാം തിരക്കിയ നല്ല അഭിപ്രായമാണ്. ഇവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാത്ത ഒരു നാറി ഇവിടെ കാണത്തില്ല. അതെങ്ങനാ? ദൈവത്തിന് നിരക്കാത്ത ഇതുണ്ടാക്കുന്ന കാശല്ലേ, കണക്ക് നോക്കണ്ടല്ലോ. കേടുവർദ്ധമായി ഇത് അരിഞ്ഞു തീർന്നില്ലേ? കരിച്ചല്ലേ? ടെന്നീസ് കോർട്ട്, പിള്ളേരുടെ പാർക്ക്, സ്വിമ്മിംഗ് പൂള്, ക്ലബ് ഹൗസ്, പിന്നെ ചുറ്റും നല്ല പാടമൊക്കെ അല്ലേ. അടിപൊളി കാറ്റാ, സൂപ്പർ വ്യൂ. കൊതുകാണോ? ഓ, കൊതുകൊന്നും ഒരു 30 കൂടുതൽ മുങ്ങേല. അടിപൊളി കാറ്റുണ്ട്. ഉണ്ടോ ഉപ്പുതക നിലമ്പൂർന്ന് സോറായില്ല. നിങ്ങൾ നല്ല വെട്ടമൊക്കെ ഉണ്ട്. ഇത് ഡൈനിങ് ഹാൾ. ഇതാണ് 3 സൈഡിൽ നിന്നാണ് വെട്ടം. ഇവിടെ ഒരു മോഡുലാർ കിച്ചൺ വരും. കേട്ടോ, ഗ്യാസൊക്കെ പൈപ്പിലാണ്. അവിടെ ഒരു ഫയർ സേഫ്റ്റി, ഇതെവിടെ ഒരു ഫയർ സേഫ്റ്റി, 2 ഉണ്ട്. അത് എക്സോസ്റ്റ് ഫാന്. ഇതാണ് സ്ലൈഡ് ഡോറ്. അവിടെ എന്നാ സൗകര്യം നോക്കി. വാട്ടർ പ്രൊവിഷൻ എങ്ങനെയാ? വാട്ടർ കണക്ഷൻ ഒക്കെ കോമൺ ആണ്. അവിടെ 2 ഫുൾ ടാങ്ക് അടിച്ചാല് വീട്ടിലൊരു കന്നാസ് ഉണ്ട്, അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് തരണം സാറേ. അത് പിന്നെ ചേട്ടാ, നാളെ ഒരു ലോങ് ഡ്രൈവ് ഉണ്ടേ. ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, വഴി പെട്ട ഈ കഴിക്കാൻ പറ്റി.
ഇത് കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന മെഷീനിൽ പോയതാ. ക്യാനില് കൊടുക്കരുന്നൊക്കെയാ. അടിച്ചോ? ആ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ഇത് കയ്യിൽ വെച്ചു. ശരിക്കും എന്താണ് ചാച്ച ഉണ്ടായത്? ഷേർലിയെ പ്രസവത്തിന് ആശുപത്രിയിലാക്കിയിട്ട് ഭക്ഷണം എടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ വന്നതാണ്. അഗസ്റ്റീനെ പറ്റി ഒരു അറിവില്ലാതായിട്ട് 6 മാസം കഴിഞ്ഞായിരുന്നു. ആ രാജൻ വന്നായിരുന്നോ? ഷേർലി എന്തി? ഷേർലി ആശുപത്രിയിലാണ് പ്രസവത്തിന്. അല്ല ഞാൻ പോയിട്ടിപ്പോ ഞാൻ പോയിട്ട് 7 മാസം ആവുന്നുള്ളൂ.
സുന്ദരൻ എന്താ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവനുണ്ടായത് നന്മ തന്നെ. അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് നന്മ ഉണ്ടായിട്ടുള്ളൂ. എനിക്കെൻ്റെ അതുണ്ടായിരുന്ന ആ മുള്ളു പോയി. ഷേർലിക്ക് അവളുണ്ടാക്കിയ നരകത്തിൽ നിന്നൊരു മോചനവും കിട്ടി. പിന്നെ അവൻ്റെ മോള്, അവൾക്ക് നിന്നെപ്പോലൊരു അപ്പനെ കിട്ടിയില്ലേ റോയ്. ഇത് അവൻ്റെ പദ്ധതിയാണ്. അവന് ഭൂതവും ഭാവിയും ഒക്കെ കാണാം. നമുക്കൊക്കെ ഭാവിയിലെത്തിയാലേ ഭൂതത്തിൽ നടന്നെന്താണെന്ന് അറിയത്തുള്ളൂ. എനിക്ക് ആ പാപം താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. കരള് വിങ്ങിയുള്ള വിളി ദൈവം കേൾക്കും. അവൻ എനിക്കത് വചനത്തിൽ കാണിച്ചു തന്നു. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. തമ്പുരാനെ, ഞാൻ ദൈവത്തിൻ്റെ വഴികളെ സംശയിച്ചല്ലോ എന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ അരിശം തോന്നി. റോയ് എന്നെ പോലെ ഇത് ദൈവഹിതമായിട്ട് കാണണ്ട. നന്മ നടന്നു കണ്ടാൽ മനസ്സിലാവുമല്ലോ. ആ നന്മയെ ഞാൻ ദൈവം എന്ന് വിളിക്കും. ഞാൻ ഗതികേടുന്നു.